ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? ചേച്ചിക്ക് സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയാണ്. കല്യാണ വിശേഷങ്ങളൊക്കെയാണ് ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അവിടെ വീട്ടിൽ നിന്ന് വണ്ടിയിൽ കയറുന്നത് വരെയുള്ള വിശേഷമാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി തിരിച്ച് മണ്ഡപത്തിലോട്ട് എത്തിയിട്ടുണ്ട്. മണ്ഡപത്തിൽ എത്തി ഓരോരുത്തരായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വിശേഷങ്ങൾ മുതലുള്ളത് ഇതിനിടയിൽ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കെ നമ്മളെ ബന്ധുക്കളൊക്കെ വന്ന് സുഖവിവരങ്ങളൊക്കെ തിരക്കിയിട്ട് പോവുകയാണ്. എല്ലാവരോടും ഹായും ബായും ഒക്കെ പറയുന്നു. ഇതിനിടയിൽ വീഡിയോ എടുക്കുന്നു. നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കഷ്ടപ്പാട് നടത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കേണ്ട ഒരിതും അല്ലായിരുന്നു. നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ബന്ധുക്കളോട് കഥ വിശേഷങ്ങൾ ചോദിക്കുമോ, വീഡിയോ എടുക്കുമോ. ഇപ്പോൾ ഇതിനിടയിൽ ഞാൻ ഫോൺ ഒരാളെ കയ്യിൽ കൈമാറിയിട്ടുണ്ട്. ആരാണെന്ന് ഓർക്കുന്നില്ല. ആരെയോ കയ്യിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഒന്ന് ഇടയിൽ വന്ന് പോസ് ചെയ്തത്. ഞങ്ങളെല്ലാവരും ഇറങ്ങി നിൽക്കുന്നുണ്ട് എതിരേക്കാൻ വേണ്ടിയിട്ട്. പെണ്ണിൻ്റെ ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, പയ്യൻ്റെ ആൾക്കാർ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെയൊക്കെ സ്വീകരിച്ചിനി പയ്യനെയൊക്കെ സ്വീകരിച്ച് മണ്ഡപത്തിനകത്തോട്ട് കൊണ്ട് പോകണമല്ല. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ ഓരോരുത്തരും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ എല്ലാവരും എന്നെ നോക്കുകയാണേ. എല്ലാവരും വെറുതെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ മാത്രം ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൽ പലർക്കും അറിയില്ലല്ലോ, നമുക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യമൊന്നും ആർക്കും അറിഞ്ഞൂടാ. അവർ വിചാരിക്കും ഈ തള്ളയ്ക്ക് എന്ത് പറ്റിയാന്തോ. എല്ലാവരും വെറുതെ നിൽക്കുമ്പോൾ ഈ തള്ള മാത്രം ഫോൺ ഓൺ ചെയ്ത് വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുന്നെന്ന്. അപ്പോൾ ഇതിനിടയിൽ കുഞ്ഞു മക്കളൊക്കെ വന്ന് പറയുന്നുണ്ട്, ഞങ്ങളെയൊക്കെ നന്നായിട്ട് പിടിക്കണേ, ഞങ്ങളെയൊക്കെ വീഡിയോയിൽ കാണിക്കണേ എന്നൊക്കെ അവർ വന്ന് പറയുന്നുണ്ട്. അമ്മച്ചി ഞങ്ങളെ വീഡിയോ വരുമ്പോഴത്തേക്ക് യൂട്യൂബിൽ വീഡിയോ വരുമ്പോൾ ഞങ്ങളൊക്കെ അതിൽ ഉണ്ടായിരിക്കണേ എന്ന് പറയുന്നുണ്ട്. അമ്മച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ്റെ ശേഷറിയുടെ മക്കളൊക്കെയാണ്. അപ്പം നമ്മൾ മുറയ്ക്ക് അമ്മച്ചി അപ്പൂപ്പനൊക്കെയാണ്. അതൊന്നും കേട്ടിട്ട് ഇനി നിങ്ങളാരും കളിയാക്കണ്ട കേട്ടോ, നമ്മൾ അമ്മച്ചിയായെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എതിരേക്കാനുള്ള സമയമായി വരുന്നുണ്ട്. അവരപ്പുറത്ത് നിൽക്കുന്നുണ്ട്, നമ്മളിപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ചേച്ചി ഫോണും പിടിച്ച് ചേച്ചി നിൽക്കുന്നുണ്ട്. 10-10:30 സമയം, കല്യാണ സമയം. നമ്മളൊരു 8:45 ആയപ്പോഴത്തേക്ക് 8:45 കഴിഞ്ഞ് പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് 9 മണി 9:30 ആയി. 9:30 സ്വീകരണം വെച്ചേക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മളെന്തായാലും കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. സ്വീകരണം 9:30 കണ്ടു. ഇതെല്ലാം എൻ്റെ വേണ്ടപ്പെട്ടവരാണ്. ചേട്ടൻ്റെ ഭാര്യയും മദിനിയും മദിനിയുടെ മക്കളും ബന്ധുക്കളും എല്ലാവരും ഉണ്ട്. ആരെയും പ്രത്യേകിച്ച് പേരെടുത്തൊന്നും പറയുന്നില്ല, പരിചയപ്പെടുത്തുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാനും ആ സൈഡിൽ, എനിക്ക് ഫോൺ വീഡിയോ എടുക്കാൻ സൗകര്യത്തിന് ഞാൻ സൈഡിലോട്ട് നിൽപ്പുണ്ട്. തൊട്ട് സൈഡിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പറ്റുന്നതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലിയറും ക്ലാരിറ്റിയും ഒക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. തിരക്കും കാര്യമൊക്കെയാണ്. അതിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ സഹോദരൻ പയ്യനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. നമ്മളെ മുതിർന്നവരൊക്കെ അവിടെ നിന്നിട്ട് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതനുസരിച്ചൊക്കെ അവർ ഓരോന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ പയ്യന് പൂമാലയൊക്കെ ചാർത്തി ഇതൊക്കെ കൊടുത്ത്, എന്തോ പറയുമല്ലോ, കയ്യിൽ കൊടുക്കുന്ന, നമ്മൾ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുക, വാക്കുകളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതെല്ലാം കൊടുത്ത് പയ്യന് ചന്ദനക്കുറിയൊക്കെ തൊട്ട് പയ്യന് ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലിങ്ങനെ ഉണ്ട് കേട്ടോ. ഈ എല്ലാവർക്കും മുഖ്യ ഇതിലും ഉണ്ട്. ഈ എതിരേക്കുമ്പോഴത്തേക്ക് സ്വർണം കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് നമ്മളിതിലുണ്ട് കേട്ടോ. എതിരേക്കുമ്പോഴത്തേക്ക് പയ്യന് ബ്രേസ്ലെറ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താണ് പയ്യനെ സ്വീകരിച്ച് ആനയിച്ച് അകത്തോട്ട് കൊണ്ടുപോകുന്നത്. പലർക്കും പല രീതിയിലായിരിക്കും ചടങ്ങുകളും കാര്യങ്ങളും. അപ്പം നമ്മളെ രീതികളൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
പയ്യന് സ്വർണം കൊടുത്താണ് പയ്യന്, മുഖ്യ പേര് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. സ്വർണം കൊടുത്താണ് പയ്യനെ സ്വീകരിക്കുന്നത്. നമ്മളതിൽ ഭയങ്കര ചടങ്ങെന്ന് പറയുമ്പോൾ ഇത്തിരി ചിലവൊക്കെ കൂടുതലാണ്. പിന്നെ ഞാൻ കാണിക്കുമ്പോഴത്തേക്ക് ഓരോന്നും കാണിക്കുമ്പോഴത്തേക്ക് വിശേഷങ്ങൾ പറയാം, കല്യാണ വിശേഷങ്ങളൊക്കെ. അപ്പം ഞങ്ങളെല്ലാവരും മണ്ഡപത്തിലോട്ട് ഓഡിറ്റോറിയത്തിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. ഇന്നലെ നമ്മൾ കഷ്ടപ്പെട്ട് വോയിസൊക്കെ കൊടുത്ത് വീഡിയോ ഇട്ടത് കണ്ടതൊക്കെ കുറവാണേ. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ 100 പേര് പോലും കണ്ടില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണേ. ഇഷ്ടമില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇടൂല. എന്നാലും നമ്മൾ ഇടും കേട്ടോ. നമ്മൾ കല്യാണ വീഡിയോ ഒക്കെ കഷ്ടപ്പെട്ടിട്ടതല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് യൂട്യൂബിൽ കിടന്ന് ഇതെടുത്തൊക്കെ നോക്കാമല്ലോ ഒന്ന് ഓർമ്മയ്ക്ക്. അപ്പം നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇതിപ്പോൾ 2ാമത്തെ പാർട്ടാണ്. ഇനി ഒരു വീഡിയോക്കുള്ള ഇതും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ നാളത്തെ വീഡിയോയിലിടും. ഇപ്പോൾ അളിയനും കൂടെയൊക്കെ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും തൊട്ടടുത്തിരിപ്പുണ്ട്. എൻ്റെ ചേട്ടനും അവർ സഹോദരിമാരും ഒക്കെ അടുത്തടുത്തിരുന്ന് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ബേക്കിൽ ഞങ്ങളും കുറുമൂസുകളും കുഞ്ഞുങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം. കുഞ്ഞുങ്ങളെല്ലാം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫോണിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടേ. അപ്പോൾ ഇതിനിടയിൽ ഒന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ എടുത്ത് വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്ന ഒരു സെൽഫി ഒന്ന് എടുക്കുക. അതിൻ്റെ ഫ്രണ്ടിൽ ചേട്ടത്തിയാണ് ഇരിക്കുന്നത്, ചേട്ടൻ്റെ ഭാര്യയാണ് ഇരിക്കുന്ന. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് തന്നു കേട്ടോ. അവർക്ക് എല്ലാവരും അവരെടുത്ത് തന്ന സാരികളൊക്കെ തന്നെയാണ് ഉടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കും എൻ്റെ ചേട്ടത്തിക്ക് ഏതാണ്ട് അടുത്തടുത്ത് സെയിം കളറാണ്. ചേട്ടത്തിക്ക് പൊന്മാ നീല, എനിക്ക് കുറച്ച് ഡാർക്ക് നീല. നമ്മളെ നാട്ടിലിവിടെ നാട്ടിൻപുറം രീതിയിൽ പറയുകയാണെങ്കിൽ അയ്യപ്പൻ നീല അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പേരൊന്നും എനിക്കറിഞ്ഞൂടാ. നേവി ബ്ലൂ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് കളറാണല്ലോ. ഇതിന് എന്ത് കളറെന്ന് പറയുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നീലയാണെന്നറിയാം. നമ്മളിവിടെ അയ്യപ്പൻ നീലയെന്നും ഇതിൻ്റെ ലൈറ്റ് നീല പൊന്മാ നീല എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളെ കാണുമ്പോൾ എന്ത് കളറെന്ന് വെച്ചാൽ നിങ്ങളങ്ങ് ഊഹിച്ചോളൂ. ഞാൻ എല്ലാ സൗണ്ട് കളഞ്ഞിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയണം ഏത് പറയണമെന്നൊന്നുമില്ല. നമ്മൾ ആ സ്പോട്ടിൽ വീഡിയോ എടുത്തെടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നു. ഏതാണ്ട് മുഹൂർത്തത്തിന് സമയമായിട്ടുണ്ട്. അപ്പം അവിടെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. കതിർ മണ്ഡപത്തിൽ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. നാഗസ്വരവും കാര്യവും പാട്ടും ഒക്കെയാണ്. അതെല്ലാം ഞാൻ വോയിസ് ഇതെല്ലാം കട്ട് ചെയ്തിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. നമുക്ക് കോപ്പിറൈറ്റ് എന്തെങ്കിലും വന്നാൽ പിന്നെ അത് പറ്റില്ലല്ലോ. ഇപ്പോൾ എന്തായാലും മുഹൂർത്തത്തിന് സമയമായിട്ടുണ്ട്. എല്ലാവരും താഴെ നിന്നവരെല്ലാം മുകളിൽ, അച്ഛനും അമ്മയും വേണ്ടപ്പെട്ടവരൊക്കെ മുകളിലോട്ട് കതിർ മണ്ഡപത്തിൻ്റെ മുകളിലോട്ടൊക്കെ കയറിയിട്ടുണ്ട്. പയ്യനും മുകളിലോട്ട് കയറുന്നുണ്ട്. ഞാൻ ബാക്കിലിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് കറക്റ്റാണ് ക്ലിയറായിട്ട് കിട്ടാൻ പറ്റൂല. എന്നു വെച്ചാൽ എനിക്ക് ഫ്രണ്ടിൽ ഫോട്ടോഗ്രാഫർമാർ അങ്ങ് നിരന്ന് നിൽക്കുകയാണ്. ഒരാൾ 2 പേരും അല്ല, 4-5 പേരുണ്ട്. പെണ്ണിൻ്റെ വീട്ടിലുള്ളതും പയ്യൻ്റെ വീട്ടിലുള്ളവരും ഒക്കെ ആയപ്പോഴത്തേക്ക് അവരെല്ലാം മറിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ എന്തായാലും എൻ്റെ കൂടെ എല്ലാവരും പറയും എഴുതി ചെന്ന് ഫ്രണ്ടിലോട്ട് ചെന്ന് വീഡിയോ എടുക്കുക. എനിക്കൊരു നാണക്കേട് സുഹൃത്തുക്കളെ. എല്ലാവരും കല്യാണം കാണാൻ ആൾക്കാരിരിക്കുമ്പോൾ നമ്മൾ ഫോണും കൊണ്ട് ചെന്ന് ഫ്രണ്ടിൽ ചെന്ന് വീഡിയോ എടുക്കാൻ മടിച്ചിട്ട് ഞാൻ ഇരുന്ന സീറ്റിലിരുന്നിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. എന്തായാലും കിട്ടുന്നത് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. നമ്മളെ തൊട്ട് ബേക്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ വീഡിയോക്കാർ മക്കളൊക്കെ അവർ നിന്ന് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒത്തിരി സ്പേസ് കിട്ടിയതിൻ്റെ ഇടയിൽ കൂടെ ചേച്ചി ഫോണും ഓൺ ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ പയ്യൻ്റെ അമ്മയും അച്ഛനും പയ്യനുമായിട്ടൊക്കെ ബലം വെക്കുന്ന കണ്ടോ. ഞാൻ പറയാതെ നിങ്ങൾക്ക് കാണാമല്ലോ. ബലം വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. മാക്സിമം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. വൈകുന്നേരം റിസപ്ഷന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മളെ ഫോണിന് ഫുള്ളാവണമെങ്കിൽ അതുമല്ല പിന്നെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് എനിക്കൊരു
വീഡിയോ ഇടാനും ഒരു ബുദ്ധിമുട്ടായിരിക്കും, നിറയെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ കല്യാണം വരെ കെട്ട് വരെയുള്ള വിശേഷം എടുത്തിട്ടുണ്ട്, അതിന് ശേഷമുള്ളതൊന്നും എടുത്തിട്ടില്ല. എന്തായാലും ഇന്ന് മൊത്തത്തിൽ കംപ്ലീറ്റ് ആവില്ല കേട്ടോ, ഇന്ന് മൊത്തത്തിൽ കംപ്ലീറ്റ് ആവില്ല. കെട്ട് വരെയുള്ളത് ഇന്നത്തതിൽ കാണിക്കാം. നാളെ ഒരു ദിവസത്തെ വീഡിയോയും കൂടെ ആകുമ്പോഴത്തേക്ക് കല്യാണം ഫുള്ളാവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ബാക്കി കല്യാണ വീഡിയോയുമായിട്ട് ചേച്ചി നാളെ വരുന്നതായിരിക്കും.